Hello friends, Assalamu alaikum. Welcome to my channel Memes Takeaway. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇന്നെന്താ കേക്കിന്റെ റെസിപ്പി ഇല്ലാതെ ഫുഡ് ഐറ്റംസ് ഒക്കെ ചെയ്യുന്നതെന്ന്. നോമ്പൊക്കെ സ്റ്റാർട്ട് ആയില്ലേ, അതുകൊണ്ട് എല്ലാവർക്കും കേക്കിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും എന്നറിയാം. അപ്പോൾ റംദാൻ പ്രമാണിച്ച് കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. പൊതുവേ നോമ്പിനൊക്കെ റൈസ് ഐറ്റംസൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഹെവി ആയിരിക്കും. എന്നാൽ ഈ ഒരു റെസിപ്പിയിൽ കൂടുതൽ എണ്ണയൊക്കെ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ അത്ര ഹെവി ആയിട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ ഒരു ബൗളിലോട്ടേക്ക് 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കുക. അരി മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള അത്ര വെള്ളം ഉപയോഗിച്ചാൽ മതി, അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്, അതിലോട്ടേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അളവിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളിത് ബോയിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് കുറച്ചധികം വെള്ളം തന്നെ എടുക്കാം. അതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം ബോയിലായിട്ട് എടുക്കാം. വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്, അതിലോട്ടേക്ക് നമ്മൾ കുതിർത്ത് വെച്ച് അരി ചേർത്ത് കൊടുക്കാം. അരി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കാവാൻ വേണ്ടിയിട്ട് വെക്കുക. നമ്മൾ ഫ്രൈഡ് റൈസ് ചെയ്യുന്ന സമയത്ത് അരി നല്ലവണ്ണം കുക്കാവേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ബിരിയാണിക്കും നെയ്ച്ചോറിനും ഒക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. ഇതൊരു 3/4 ഭാഗം വേവിൽ തന്നെ നമുക്ക് വാർത്തിട്ടെടുക്കാം. അരി ഇവിടെ 80% കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ തന്നെ നമുക്കിത് വാർത്തിട്ടെടുക്കാം. ഈ ഒരു റൈസ് വലിയൊരു അരിപ്പയിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ട് വെള്ളം ഡ്രെയിൻ ആക്കി എടുക്കുകയാണ് വേണ്ടത്. വെള്ളം ഇവിടെ ഡ്രെയിൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് 2-3 പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു റൈസ് നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മസാലയിലോട്ടേക്ക് മിക്സാക്കി കൊടുക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ തലേന്ന് രാത്രി തന്നെ ഈ ഒരു റൈസ് നമുക്ക് കുക്കാക്കിയിട്ട് എടുത്താൽ പിറ്റേന്ന് നമ്മൾ മസാലയിലോട്ടേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ഫ്രൈഡ് റൈസ് ആയിരിക്കും. നല്ലോണം തണുക്കാതെ നമ്മളിത് റൈസ് പ്രിപ്പയർ ചെയ്താൽ അത് അരി പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ഈ ഒരു റൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഈ ഒരു റൈസിൻ്റെ മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ബീൻസ് എടുത്തിട്ടുണ്ട്, 1 കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട്, മേലെ വരുന്ന ഗ്രീൻ പാർട്ട് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് താഴോട്ടേക്ക് വരുന്നത് അതെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് ഗാർലിക് ചെറുതായി അരിഞ്ഞെടുത്തത്. പിന്നെ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്ത ചിക്കനും ഉപ്പും കുരുമുളകും ഇട്ട് വറുത്തെടുത്ത മുട്ടയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുക, അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഗാർലിക് ചെറിയ രീതിയിൽ വഴറ്റിയതിന് ശേഷം സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് വഴന്ന് വന്നാൽ അതിലോട്ടേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ബീൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ക്യാബേജ് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. അധികം കുക്കായി എടുക്കുകയൊന്നും വേണ്ട, ആ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വഴറ്റി എടുത്താൽ മതി. ഇനി അതിലോട്ടേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും മുട്ടയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ലോണം മിക്സാക്കി എടുക്കുക. എല്ലാം നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കാം. മസാലയുടെ എല്ലാ ഭാഗത്തും ഈ ഒരു സോസിൻ്റെ ഫ്ലേവർ എത്തുന്നത് വരെ മിക്സാക്കി എടുക്കുക. സോയാ സോസിലും ചിക്കനിലും സ്ക്രാമ്പിൾഡ് എഗ്സിലും പിന്നെ റൈസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മസാല നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലുള്ള ഒരു വുഡൻ സ്പൂൺ ഉപയോഗിച്ചിട്ട് പതുക്കെ പതുക്കെ മിക്സാക്കി എടുക്കാം. നമ്മൾ സ്റ്റീൽ സ്പൂണൊക്കെ ഉപയോഗിച്ച് കുത്തി ഇളക്കി കൊടുത്താൽ അരി പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം ബാക്കിയുള്ള റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പതുക്കെ മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ റൈസും മസാലയും നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം ഞാനിവിടെ വൈറ്റ് പെപ്പർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ച സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. ഞാനിവിടെ ഫ്ലെയിം കുറച്ചിട്ടുമില്ല ഓഫാക്കിയിട്ടുമില്ല, ആ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് നല്ലോണം അടി എത്തുന്ന വരെ എന്താ പറയുക മിക്സാക്കി കൊടുക്കുക, അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കുക. അധികം ആൾക്കാരും ഈ ചൈനീസ് ഐറ്റംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ തീയിൽ സിമ്മിലൊക്കെ ഇട്ട് വെജിറ്റബിൾസൊക്കെ നല്ലോണം കുക്കായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് കിട്ടാത്തത്. ഇതുപോലെ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് ചെയ്താൽ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഫ്രൈഡ് റൈസൊക്കെ ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നുന്നുണ്ടല്ലേ. ഈ ഒരു ഫ്രൈഡ് റൈസ് നല്ല ചില്ലി ചിക്കൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നത് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. ഞാൻ ഈ ഒരു ചില്ലി ചിക്കനാണ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായത്. ഇതും നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ചില്ലി ചിക്കനാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.